ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയും, രാവിലെ ഞാൻ എഴുന്നേക്കും, രാവിലെ എനിക്ക് ഇരുട്ട് കണ്ട് എഴുന്നേക്കണം, കിളികളുടെ ശബ്ദം കേൾക്കണം, മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിൽ ആ മഴ കാണണം രാവിലെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇഷ്ടങ്ങളാണ് എൻ്റേത്. അപ്പോൾ ആ ഒരു ഇഷ്ടങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ അതൊന്നും ഇഷ്ടമില്ലാത്ത കുറേ ആളുകളുണ്ട്. രാവിലെ എഴുന്നേൽക്കുന്നതേ ഇഷ്ടമല്ല. എനിക്ക് 7 മണി വരെ കിടന്നാലേ ആ ഒരു ക്ഷീണം തീർന്നിട്ട് എഴുന്നേൽക്കാൻ പറ്റുള്ളൂ. ജോലികൾ ഫാസ്റ്റായിട്ട് അപ്പോഴേ നടക്കുകയുള്ളൂ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആകെ തളർച്ചയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ളവർക്ക് ജോലികൾ ചെയ്യാൻ തോന്നുന്ന ആ ഒരു സമയം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്തോ, എന്നാലേ അവർക്ക് വേഗം ജോലികൾ നടക്കുകയുള്ളൂ. എനിക്കിപ്പോൾ താമസിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പാഴായിപ്പോയ പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളാണ്. ആ ശീലങ്ങൾ നമ്മൾക്ക് മോശമാണെന്ന് തോന്നിയാൽ മാത്രം അത് നിർബന്ധമായിട്ടും നമ്മൾ മാറ്റുക. അല്ലാതെ ഞാൻ 7 മണിക്ക് എഴുന്നേറ്റ് ഞാൻ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഓക്കെ, അതാണ് എപ്പോഴും നല്ലത്. നമ്മളുടെ കംഫർട്ടാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അത് പുതിയ ശീലങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഗ്രീൻ ടീ മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ റിച്ചാർഡും ഗ്രീൻ ടീ രാവിലെ കഴിക്കുന്നുണ്ട്. ഇത് എത്ര ദിവസത്തേക്കാണെന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ ഒരു സ്വഭാവ രീതിക്ക് അനുസരിച്ചിട്ട് ഞാനത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിർത്തിക്കളയും. അങ്ങനെയാണ് എൻ്റെ ഭൂരിഭാഗം കാര്യങ്ങളും. അങ്ങനെയാണ്. എനിക്ക് മടുക്കും, പെട്ടെന്ന് മടുപ്പ് തോന്നുന്ന ഒരാളാണ്. അപ്പോൾ അത് മടുപ്പ് തോന്നിയാൽ എന്ത് കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഭക്ഷണത്തിൻ്റെ മാത്രമല്ല, എന്ത് കാര്യങ്ങളും അങ്ങനെ മടുപ്പ് തോന്നിയാൽ അത് ഞാനങ്ങോട്ട് മാറ്റും. അല്ലാതെ ഇത് ഇത്രയും കാലം ഞാൻ അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് 2 വർഷത്തേക്ക് ഞാനിത് ഫോളോ ചെയ്യും, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാനിത് ഫോളോ ചെയ്യുമെന്നൊന്നും പറയാൻ എനിക്കൊരിക്കലും പറ്റില്ല. കാരണം എനിക്ക് യാതൊരു സ്ഥിരതയില്ലാത്ത ഒരാളാണ്. നേരത്തേക്ക് പപ്പ ഷിപ്പി എന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് ഗ്രീൻ ടീയുടെ ടീ ബാഗും അല്ലാതെ ലൂസായിട്ടുള്ള ഗ്രീൻ ടീ ഒക്കെ കൊണ്ടുവരും കേട്ടോ. അതൊക്കെ ഞാൻ ആർക്കെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കുകയും ചെയ്യണം. കാരണം എനിക്കത് കഴിക്കാൻ തോന്നാമല്ലോ. ഒന്നാമത് ഗ്രീൻ ടീ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഛർദ്ദിക്കാൻ പറഞ്ഞ പോലത്തെ ഒരു തോന്നലാണ് രാവിലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 1-2 ദിവസം കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് പിന്നെ മടുക്കും, ഞാൻ മതിയാക്കും കേട്ടോ. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു രീതികൾ പണ്ട്. ഇപ്പോൾ അതേ വീണ്ടും റിച്ചാർഡായിട്ടത് മേടിക്കാൻ പറഞ്ഞിട്ട് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ റിച്ചാർഡ് പറഞ്ഞ് മമ്മി കൂടിയിട്ട് കഴിക്കുക ഗ്രീൻ ടീ എന്ന് പറഞ്ഞിട്ട് ഞാനും കൂടി എടുത്തുനിന്ന് മാത്രം കേട്ടോ. അങ്ങനെ അത് ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇടിയപ്പം ഇടുന്ന ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പൊൻകതിറിൻ്റെ അരിപ്പൊടി നല്ലതാണ്, അതുകൊണ്ട് ഇടിയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ എന്തോ കുട്ടികളും എല്ലാം ഹാപ്പി ആയിട്ടാണ് അന്ന് കഴിച്ചത്. സാധാരണ രാവിലെ മധുരം ഉള്ള സംഭവങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും കാലത്തെ മധുരം ഇതെന്താണ് മമ്മി എന്നൊക്കെ ചോദിക്കോട്ടെ. പക്ഷേ അന്ന് എല്ലാവരും ഞങ്ങൾ 4 ആളും വളരെ ഹാപ്പി ആയിട്ടാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇടിയപ്പത്തിൻ്റെയൊക്കെ മാവ് കുഴക്കണ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 1 ഗ്ലാസ് തിളച്ച വെള്ളം, ഒരു 1/2 ടീസ്പൂണിൽ താഴെ ഉപ്പും കൂടി ഇട്ടിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. എന്നിട്ട് ഇത്തിരി നെയ്യ് എണ്ണ എന്തെങ്കിലും ചേർത്തിട്ട് എല്ലാം കൂടി കുഴച്ച് എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇടിയപ്പം വീണ്ടും ഉണ്ടാക്കി. ഒന്നുകൂടി വെറുപ്പിക്കണമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത് ഇഷ്ടപ്പെട്ട സ്ഥിതി ദിവസം കൂടി ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇനിയും ഞാൻ ഉണ്ടാക്കിയാൽ അവർ പറയും ഇതെന്താ ഇത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാ ദിവസവും ഈ മധുരൂട്ട സംഭവമാണോ കൊണ്ടുവന്നെ എന്നൊക്കെ ചോദിക്കോട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഏതായാലും ഇന്നും കൂടി ഞാൻ ഉണ്ടാക്കി. ഇന്നും വളരെ ഹാപ്പി ആയിട്ട് തന്നെ എല്ലാവരും കഴിച്ച്. ഇനി അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാക്കിയാൽ ഈ ഹാപ്പി പോകുമെന്ന് എനിക്കറിയാം. അപ്പോൾ തേങ്ങ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിച്ച്, അപ്പോൾ അത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അവിടെ ഇട്ടേക്കണേണ്ട. തേങ്ങാപ്പാലുള്ള നമ്മൾ ഇതിനോടൊപ്പം കഴിക്കണത്. കറിയും കഴിക്കും കേട്ടോ. പക്ഷേ ഇവിടെ ഇത് ഉണ്ടാക്കണത് തേങ്ങാപ്പാലിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ പുട്ട്, ചപ്പാത്തി, അപ്പത്തിന് കറിയല്ലേ കൂട്ടണം. അപ്പോൾ ഇതാകുമ്പോൾ തേങ്ങാപ്പാൽ അതൊരു വ്യത്യസ്തമായിട്ടുള്ള. അങ്ങനെ കിച്ചണിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് തെങ്ങ് കയറാനായിട്ട് വന്നത്. അപ്പോൾ അങ്ങനെ പപ്പയുടെ കൂട്ടുകാരനും ആ സമയത്ത് അവിടെ പപ്പയുടെ അടുത്ത് വന്ന് സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ 2 ആളും കൂടിയിട്ട് തെങ്ങ് കയറണത് നോക്കി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വാതിൽ പൂട്ടിയിട്ടാണ് ഞാൻ പുറത്ത് നിന്ന് ഹിഡൻ ക്യാമറ പോലെ വീഡിയോ എടുത്തതാണ്. കാരണം നമ്മുടെ റൂബി ചാടി പുറത്തേക്ക് ഇറങ്ങും വാതിൽ തുറന്നു കഴിഞ്ഞാൽ. അതിനുശേഷം പാലൊക്കെ പിഴിഞ്ഞ് എല്ലാം മധുരമൊക്കെ ഇട്ടെടുത്ത് പാലിൻ്റെ അകത്തിൽ ഇത്തിരി ഉപ്പ് കൂടി ഇടണം. അങ്ങനത്തെ പപ്പൊക്കെ ഉള്ളത് ഞാനിങ്ങനെ ഈ ഒരു പാത്രത്തിൽ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ കോരി കഴിക്കണതാണ് ഇഷ്ടം. 850 രൂപ, 200 രൂപ, 750 രൂപ, 1.5 കിലോ. 1.5 കിലോ 750. 1.5 കിലോയും എടുത്ത്. 1.5 കിലോ എടുത്ത്. അപ്പോൾ ഇതാ ഇതെന്ത് സാധനം? കക്കിറച്ചിയാ? 100 രൂപ കക്കിറച്ചി. അപ്പോൾ 850 രൂപ. നല്ലതാണെന്ന് തോന്നുന്നു. നല്ല കനമൊക്കെ ഉണ്ട്.
അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, പിറ്റേന്ന് ഞായറാഴ്ചയല്ലേ, അപ്പോൾ ബീഫ് മേടിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ പപ്പ പോയിട്ട് മേടിച്ചതായിരുന്നു ഈ മീൻ കേട്ടോ. അപ്പോൾ ഇന്നത്തേക്കുമായി നാളത്തേക്കുമായി എന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ചാണ്. കുറച്ച് കക്ക ഇറച്ചിയുണ്ട് കൂട്ടത്തിൽ. അപ്പോൾ നമ്മളുടെ തെങ്ങ് കയറി വന്നതിനകത്ത് നിന്ന് ഒരു പച്ച തേങ്ങ എടുത്ത് ഞാൻ പൊതിച്ച് പൊട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അത് വലിയ ഉള്ളില്ല, ചെറിയൊരു തേങ്ങയാണ്. ഭയങ്കര വലിയ തേങ്ങയാണ് നമ്മളുടെ വീട്ടിൽ നേരത്തെ ഈ തെങ്ങിലുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ വളം കുറഞ്ഞ് അങ്ങനെയൊക്കെ ആകുമ്പോൾ തേങ്ങ എപ്പോഴും അങ്ങനെ ചെറുതായിട്ടല്ലേ വരുള്ളൂ. അപ്പോൾ ഇത്തിരി ചെറുതായിട്ടുണ്ട്, എങ്കിലും നല്ല വലിയ തേങ്ങയും ഉണ്ടാകാറുണ്ട് കേട്ടോ. അങ്ങനെ അത് ഒരു മൊത്തത്തിലൊരു തേങ്ങ എടുക്കണം, കാരണം ചെറുതായതുകൊണ്ട് അത് മൊത്തത്തിൽ പാലിതിന് ഒഴിക്കണം. നമ്മളുടെ വീട്ടിലെ തേങ്ങ അരച്ച്, അതായത് തേങ്ങയും മുളക് അരച്ച മീൻകറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും തേങ്ങയും മുളക് അരച്ചൊരു മീൻകറി വെക്കാൻ എനിക്ക് തോന്നിയില്ല. റയനാണെന്നുണ്ടെങ്കിൽ തേങ്ങയും മുളക് അരച്ച മീൻകറിയാണ് ഇഷ്ടം. എങ്കിലും മാച്ചാൻ ആഗോലിയൊക്കെ എനിക്ക് തേങ്ങാപ്പാലൊഴിച്ച് മുളക് ഇടാതെ ഇങ്ങനെ കറി വെക്കണം പക്ഷേ ഇത്തിരി മുളക് മാത്രം, മഞ്ഞ കളറിലിരിക്കുന്ന കറി, അത് നല്ലൊരു ടേസ്റ്റാണ്, നല്ല കട്ടി തേങ്ങാപ്പാലൊഴിച്ച്. അപ്പോൾ അതുപോലെ ചെയ്യാനാണ് ഞാനിപ്പോൾ പോകണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാച്ചാൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വേസ്റ്റ് ഒന്നുമില്ല ഇതിന്. തലയാണെങ്കിലും ചെറുതാണ്, ചിറകും മുള്ളും ഒക്കെ വളരെ, മുള്ളൊക്കെ ഭയങ്കര സോഫ്റ്റ് മുള്ളായിരിക്കുള്ളൂ മാച്ചാൻ്റെയൊക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് കൂടുതൽ നഷ്ടം വരാത്ത രീതിയിലുള്ള, നമ്മൾ മേടിക്കുന്ന അത്രയും തന്നെ തൂക്കത്തിൽ നമുക്ക് കിട്ടും, വേസ്റ്റ് പോകില്ല. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് മാച്ചാൻ, ആഗോലി, നെയ്മീൻ. ഈ 3 മീനും ഭയങ്കര വിലയുമാണ്. വില കൂടിയ മീനുകൾ നമുക്ക് മേടിക്കാനും പേടിയാണ്, കാരണം ഈ വില കൂടിയ മീനുകൾ കേടാകാതിരിക്കാനായിട്ട്, അത് കേടായിപ്പോയാൽ അവർക്ക് നഷ്ടം വരും. അതുകൊണ്ട് മാക്സിമം അവർ അതിൽ കെമിക്കലെല്ലാം ചേർത്തിട്ടായിരിക്കുള്ളൂ വെച്ചേക്കുന്നത്. ഒരു രീതിയിൽ അവർക്ക് നഷ്ടം വരരുത്, കഴിക്കണവരെങ്ങനെയെങ്കിലും കഴിച്ചോട്ടെ എന്നുള്ളതാണ്. കാഴ്ചക്ക് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ അത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിന് കേടും അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമ്മളത് മേടിക്കാറില്ല. ഇതിപ്പോൾ വള്ളക്കാരുടെ മീനാണെന്ന് പറഞ്ഞ് പപ്പ കൊണ്ടുവന്നാണ്, ഐസൊന്നും ഇട്ടിട്ടുമില്ല, അതുകൊണ്ട് പപ്പ മേടിച്ചതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇത്തിരി പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കണമല്ല നോക്കിയപ്പോൾ ഒട്ടും ഉണ്ടാകില്ല. അങ്ങനെ അത് ഒന്ന് പൊടിച്ചെടുത്ത്, ഇതൊക്കെ നമുക്ക് നേരം പോണ പരിപാടിയാണ്. അപ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ പൊടി പെരിഞ്ജീരകം പൊടിച്ചെടുത്ത് ആ പൊടിയും മല്ലിപ്പൊടിയും ഒരു ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ്. എന്നിട്ട് അതൊന്ന് ഇത്തിരി വെള്ളം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ഒഴിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുഴച്ച് വെക്കാം. അപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുട്ടി അതവിടെ വെച്ച്, ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാളയൊക്കെ അരിഞ്ഞെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ച് ഇത്തിരി ചെറിയ ഉള്ളിയിൽ ഒന്ന് പൊടികളെല്ലാം മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് സവാള, പച്ചമുളക്, ഇഞ്ചി, വളരെ കുറച്ച് വെളുത്തുള്ളി, അതെല്ലാം ചുമ്മാ ഇട്ടിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ ഈ കറി സാധാരണ ഞാൻ ഇത് വറുത്തും വെക്കും, വറുക്കാതെയും വെക്കും. ഇന്നിപ്പോൾ വറുക്കാതെ വെക്കണം, കാരണം നമ്മൾ ഈ എണ്ണ അധികം ഉപയോഗിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ. അപ്പോൾ നമ്മൾ ഇത് വഴറ്റുന്ന സമയത്ത് കൂടുതൽ എണ്ണ കൂടി ഒഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ ഉള്ളി ആദ്യം വഴറ്റി മസാല മൊരിയിച്ചിട്ട് ബാക്കി സവാളയും എല്ലാം കൂടി പച്ചക്ക് തന്നെ ചേർക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഇന്ന് ഞാൻ തേങ്ങാപ്പാലെല്ലാം പിഴിഞ്ഞ് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇടപ്പാലിൽ വയ്ക്കാമെന്ന് വെച്ച്. അല്ലെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ വഴറ്റിയിട്ട് അതിനകത്തേക്ക് വെള്ളം തന്നെ ആയിരിക്കും ഒഴിക്കണം. ആ മീൻ വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചിരണ്ടി പാലൊക്കെ പിഴിഞ്ഞെടുക്കുക. പക്ഷേ ഇതിപ്പോൾ ഇന്നെല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയ വെളിച്ചെണ്ണ ഇന്ന് എടുത്തത് കേട്ടോ. KLFൻ്റെ ആ ഒരു ചേട്ടൻ നമുക്ക് കൊണ്ടുവന്നില്ല, ആ വെളിച്ചെണ്ണ ഇന്നാണ് പൊട്ടിച്ചത് കേട്ടോ. കാരണം ഞാൻ എടുത്ത വെളിച്ചെണ്ണ തീർന്നിട്ടുണ്ടായിരുന്നില്ല, ഇനിയും പാക്കറ്റ് വെളിച്ചെണ്ണ നമ്മൾ മേടിച്ചതും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ പൊട്ടിച്ചത് ഏതായാലും തീരട്ടെ, എന്നിട്ട് ഇന്ന് പുതിയ വെളിച്ചെണ്ണ എടുക്കാമല്ലാന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചിയൊക്കെ വർഷങ്ങളായിട്ട്, എത്രയോ കാലങ്ങളായിട്ട് KLF തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത് പറയും KLF മേടിക്കും. അവർ ഭയങ്കര വിലയാണ്, ഒട്ടും മേടിക്കാൻ പറ്റാത്ത അത്രയും വിലയാണ്. നമുക്കിവിടെ കൂടുതൽ ഉപയോഗമുള്ളതാണ്. അപ്പോൾ ഒരുപാട് വിലയുള്ള എണ്ണയൊക്കെ നമുക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ മേടിക്കാറില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ചേട്ടൻ ഇത്തവണ നിർബന്ധമായിട്ടത് കൊണ്ടുവന്ന് തന്നതാണ് എനിക്ക്. അപ്പോൾ അങ്ങനെ അത് ഉപയോഗിക്കണേണ് ആദ്യമായിട്ട് എടുത്തതാണ്. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി വേപ്പില ഒന്ന് വാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഉരുട്ടി വെച്ച മസാല ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മീതിലേക്ക് അങ്ങോട്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അങ്ങോട്ട് ഇട്ട് ആ നേരം കൊണ്ട് സവാള അരിഞ്ഞെടുത്ത് ആ സവാളയും കൂടി ഇട്ടിട്ട് പിന്നെ ഇടപ്പാലിൽ ഒരിത്തിരി ഉപ്പും വിനാഗിരിയൊക്കെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് ഇറക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ 1-ാം പാൽ തലപ്പാൽ കൂടിയിട്ട് ഒഴിച്ചിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്തിടും.
പിന്നെ തിളപ്പിക്കൂല. ഇത്രയേ ഉള്ളൂ മീൻ കറിയുടെ. അപ്പോൾ ഈ ഒന്നാം പാലൊഴിക്കുന്ന സമയം വരെയും കറിക്ക് വലിയ കൊഴുപ്പ് കാണില്ല. ഒന്നാം പാൽ അങ്ങോട്ട് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചിട്ട് ഓഫ് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ കറി അങ്ങോട്ട് കുറുകി വരും. പിന്നെ കറി ഒന്ന് തണുത്തിട്ട് കഴിക്കുന്നത് തന്നെയാണ് എപ്പോഴും ടേസ്റ്റ് കേട്ടോ. ഇന്നിപ്പോൾ അങ്ങനെ തണുക്കാനുള്ള നേരമൊന്നും നമുക്കില്ല. കാരണം ഇന്നിപ്പോൾ ആദ്യം ഞാൻ ഷാജിനെ വിളിച്ചത് വല്ല മീനുണ്ടാവുമെന്ന് ചോദിച്ചത്. അപ്പോൾ ഷാജി പറഞ്ഞ് അയില, ചെറിയ അയിലയും കൊഴുവയൊക്കെ ഉള്ളത്. ഞാൻ പറഞ്ഞു അത് വേണ്ടാന്ന് പറഞ്ഞു. കാരണം പിറ്റേ ദിവസം നമുക്ക് സൺഡേ ആണല്ലോ, അപ്പോൾ അന്ന് ഇത്തിരി വൃത്തിക്കൊക്കെ കഴിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. പിന്നെ അത് കിള്ളി എടുക്കണ ഒരു ബുദ്ധിമുട്ടും എൻ്റെ കൈ കേടാകുക എന്നുള്ളൊരു പേടിയും ഒക്കെ കൊണ്ട് കൊഴുവൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പപ്പയാണെന്നുണ്ടെങ്കിൽ തെങ്ങ് കയറി അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് അത് കത്തിക്കാനുള്ളതും എല്ലാം മാറ്റി തേങ്ങ കൊണ്ടുവന്ന് പുറകിലൊക്കെ ഇട്ട് അങ്ങനെ കുറേ നേരം പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അത്രയും നേരം വൈകിയല്ല. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ നേരം ഒട്ടും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കോവക്ക അരിഞ്ഞെടുത്തിട്ട് ഇതേ കുക്കറിലാണ് വെക്കണത്. കോവക്കൊക്കെ ഇത്തിരി വേവ് കൂടുതലാണ്. എനിക്ക് ആ പച്ചച്ചുവയുള്ള കോവക്ക കഴിക്കാനായിട്ട് ഒട്ടും തോന്നാറില്ല. അതുകൊണ്ട് ഇത്തിരി പെട്ടെന്ന് വേകട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറേ നേരം ഇട്ട് വേവിക്കണം. എന്നാലേ കോവക്ക സാധാരണ വേകാറില്ല, കൂടുതലും മൂത്തതൊക്കെ ഉള്ളതുകൊണ്ടേ. അപ്പം ഞാൻ കുക്കറിൽ തന്നെ പെട്ടെന്ന് വേവിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത്തിരി സവാളയും വേപ്പിലയൊക്കെ മൂപ്പിച്ചിട്ട് അതിനകത്തേക്ക് ആദ്യം ഇത്തിരി ഇടിച്ച മുളകും പിന്നെ മുളക് പൊടി, എരിവില്ലാത്ത നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഉപ്പും ചേർത്തിട്ട് ഒരു തരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് 2-3 വിസിലടിപ്പിച്ച്, അതായത് ഹൈ ഫ്ലെയിമിൽ തന്നെ. അപ്പം അതിൻ്റെ വെള്ളം വറ്റിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളമായി പോകും തുറക്കുമ്പോഴേ. അങ്ങനെ എടുത്തിട്ട് നല്ല ടേസ്റ്റായിരുന്നു. ഇത് നല്ല വെന്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ടേസ്റ്റ്. ഇങ്ങനെയുള്ള സാധനങ്ങൾ അധികം വേവിച്ച് കഴിക്കണത് നല്ലതല്ലേ. ഇപ്പോൾ അച്ചിങ്ങയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഫൈബറിൻ്റെ ഇതെല്ലാം പോകുമെന്നാണ് പറഞ്ഞത്. കൂടുതൽ വേവിച്ച് കഴിഞ്ഞാൽ ഒരു 3/4 വേവിലാണ് കഴിക്കേണ്ടത്. പക്ഷേ എന്തോ എനിക്ക് ഈ ഒരു സാധനം അങ്ങനെ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാൻ വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഭൂരിഭാഗം പച്ചക്കറികൾ അധികം കൊണ്ട് വേവിച്ച് കളയരുതെന്ന് തന്നെയാണ് എല്ലാവരും പറയണത് കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇത് കിട്ടിയിട. തുറക്കുമ്പോഴേ ഇങ്ങനെ ഇരിക്കും. പക്ഷേ ഇതിനെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്നിങ്ങനെ മൊരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മുടെ മീൻപാൽ കറിയും ഇത് ഒരു എരിവുള്ള കറിയും. മീൻപാൽ കറിക്ക് അധികം അങ്ങനെ മുളക് കറിയല്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സാധനം വെച്ചത്. പിന്നെ ഇതൊന്ന് റിച്ചാർഡിന് വേണ്ട കേട്ടോ. റിച്ചാർഡിന് ഇപ്പോൾ പച്ചക്കറി കഴിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവയ്ക്കൊന്നും കൊടുത്തില്ല, അവൻ കഴിക്കൂല, അവൻ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ അവന് വേണ്ടിയിട്ട് എന്തെങ്കിലും കൂടി ചെയ്യണം. അപ്പോൾ ഞാൻ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സവാള എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിക്കണ സമയമാകുമ്പോഴത്തേക്കും ഇങ്ങോട്ട് പൊരിച്ച് കൊടുത്താൽ മതിയല്ല. അപ്പോൾ റൂബിക്കുള്ള ചിക്കൻ അവിടെ വേവിക്കാൻ വെച്ചത് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അതും ഇതിൻ്റെ ഇടയിൽ കൂടി ചെയ്യണമല്ല. നമ്മളുടെ വീട്ടിലൊരു കുഞ്ഞുവാവ ഉണ്ടെങ്കിൽ അതിനെ കുറുക്കുണ്ടാക്കുക, അങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയല്ലേ. അത് പറഞ്ഞ പോലെയാണ് നമ്മളുടെ റൂബിയുടെ കാര്യം. അപ്പോൾ അതേ തേങ്ങാപ്പാൽ 1 പാലൊക്കെ ഒഴിച്ച് അത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ കറി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ച് കഴിച്ച്. പക്ഷേ വലിയ ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല ഈ മീൻ പാല് കറിക്ക്. റയനും അത്ര തന്നെ വലിയ ഒരു താല്പര്യം കാണിച്ചില്ല. ഒന്നാമത് മീൻ പാല് കറി എന്ന് പറയുമ്പോൾ തന്നെ റയന് വലിയ താല്പര്യമില്ല. ആകെ ഇഷ്ടപ്പെട്ടത് പപ്പക്കും മാത്രമാണ്. എനിക്ക് ആ മീനിൻ്റെ എന്ന് വെച്ചാൽ നമ്മളുടെ മാച്ച എന്ന് പറയുമ്പോൾ നല്ലൊരു രുചി നമ്മൾ പ്രതീക്ഷിച്ച്, പക്ഷേ ആ രുചിയൊന്നും ആ മീനിന് ഉണ്ടായിരുന്നില്ല. ഇനി നമ്മൾ വെച്ച ഉടനെ എടുത്ത് കഴിച്ചത് കൊണ്ടാണ് എന്നൊക്കെ ഞാൻ വിചാരിച്ചെങ്കിലും രാത്രി കഴിച്ചിട്ടും അത് തന്നെ ആയിരുന്നു ടേസ്റ്റ്. വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തോ ഒരു ഉപ്പും പുളി എന്തോ പിടിക്കാത്ത പോലത്തെ ഒരു മീനായിരുന്നു. ഇപ്പോൾ ഈ മീൻ ഇനി കിട്ടിയ ആളുകളും ഒന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ, അവർക്കും ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളത്. കാരണം എനിക്ക് തോന്നുന്നത് അത് ഒരു വരവ് മീനാണോ എന്നൊക്കെ എനിക്കൊരു സംശയം തോന്നി കേട്ടോ. കാരണം തനത് രുചിയൊന്നും ഇത് മാച്ചാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഈ പാനിൻ്റെ അകത്ത് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ചൂടങ്ങ് ഇങ്ങനെ ആ പുക ഇങ്ങനെ പൊങ്ങി വരില്ലേ, എണ്ണ അങ്ങോട്ട് ഒഴിച്ച് കഴിയുമ്പോൾ ആ പുക പൊങ്ങി വരുന്ന സമയത്ത് വേണം അതിനകത്തേക്ക് ഇടാൻ. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ച പോലെ നോൺ സ്റ്റിക്ക് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് ചുറ്റും ഒട്ടിപ്പിടിക്കും. എന്നിട്ട് പിന്നെ പാൻ കൊള്ളൂല എന്നൊരിക്കലും പറയരുത്. കാരണം നമ്മളുടെ ഉപയോഗക്രമമാണ് തെറ്റിപ്പോകുന്നത് കേട്ടോ. പിന്നെയും കംപ്ലൈൻറ്റ് ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയണത്. ചൂടാകാതെ ഇപ്പോൾ കാസ്റ്റ് അയൺ ആയാലും സ്റ്റീലായാലും നന്നായിട്ട് ചൂടാണ്. നമ്മൾ ഒരിക്കലും മറ്റേ നോൺ സ്റ്റിക്കിലേക്ക് ഒഴിക്കുന്ന ആ ഒരു ലാഘവം ഇതിൽ കാണിക്കരുത്. കാരണം നോൺ സ്റ്റിക്കിൽ തണുത്തിരിക്കാൻ നോൺ സ്റ്റിക്കിൽ ഒഴിച്ചാൽ ഒട്ടിപ്പിടിക്കില്ല. ഇത് പക്ഷേ അങ്ങനെയല്ല, ഒട്ടിപ്പിടിക്കും. നല്ല ചൂടാകണം. അപ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം. അങ്ങനെ ഞാൻ ആദ്യം പപ്പക്കുള്ള ചോറും കറികളൊക്കെ കൊടുത്ത്, കാരണം നല്ല ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒന്ന് ചൂടൊക്കെ മാറട്ടെ എന്ന് വിചാരിച്ച് നേരത്തെ തന്നെയൊക്കെ അതവിടെ എടുത്ത് മൂടി വെച്ചിട്ടുണ്ട്. പപ്പക്ക് ഒട്ടും തന്നെ ചൂട് ഇഷ്ടമല്ല. മറ്റുള്ളവരൊക്കെ താമസിച്ചേ കഴിക്കുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് പപ്പയുടെ കാര്യം അവിടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് റൂബിയുടെ ഫുഡ് കൊടുക്കാം.
അപ്പോൾ റൂബിക്ക് ഇതേ ഫുഡ് എടുക്കണേ. റൂബിക്ക് അങ്ങനെ കൃത്യസമയമൊന്നുമില്ല. ചില സമയങ്ങളിൽ അവൾ രാവിലെ കഴിക്കും, ഉച്ചക്ക് കഴിക്കും, രാത്രി അവളുടെ ഇഷ്ടം പോലെ കഴിക്കണം. അപ്പോൾ ഈ സമയത്ത് ഞാനെടുത്ത് കൊടുക്കാൻ ശ്രമിക്കും. കഴിച്ചാൽ കഴിച്ച്, ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ കൊടുക്കണം വൈകുന്നേരം ആയിരിക്കും, രാത്രി ആയിരിക്കും. അങ്ങനെയൊക്കെയാണ്. ഒരു നേരം അവൾ കഴിക്കുള്ളൂ, കാരണം അവൾക്ക് ഒരു നേരം തന്നെ കഴിക്കുന്നത് താല്പര്യം. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവളുടെ ഫേക്ക് പ്രഗ്നൻസി കാലയളവിലൊക്കെ ചില ദിവസങ്ങളിൽ അവൾക്ക് ഭയങ്കര വിശപ്പായിരിക്കും. ചിലപ്പോൾ 2 നേരം 3 നേരമൊക്കെ കഴിച്ച ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ റെയറാണ്. കൊല്ലത്തിൽ ചിലപ്പോൾ ഒരു 5-6 ദിവസങ്ങളായിരിക്കും അവളങ്ങനെ കഴിക്കണത്. അല്ലാതെ അവൾക്ക് ഒരു നേരത്തെ ഭക്ഷണം മതി. അങ്ങനെ അവൾക്ക് ഭക്ഷണം എടുത്ത് ഞാൻ പുറത്ത് വന്ന് കൊടുക്കാൻ നിന്നപ്പോൾ ഭയങ്കര കാറ്റുമഴ കേട്ടോ, ഭയങ്കര കാറ്റാണ്. അപ്പോൾ അത് കണ്ട് ആസ്വദിച്ചാണ് ഇന്ന് റൂബി ഫുഡ് കഴിച്ചത്. അപ്പോൾ ഈ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ട് ഇത്തിരി പഴംപൊരി ഉണ്ടാക്കി തരാമെന്ന് റായൻ്റെ അടുത്ത് പറഞ്ഞു. പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള, പക്ഷേ റായൻ എന്ത് ചെയ്താൽ സമ്മതിക്കില്ല, എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല, ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടാക്കിയില്ല. അങ്ങനെ കട്ടൻ ചായ മാത്രമായിട്ട് നമ്മൾ വൈകുന്നേരം കഴിഞ്ഞ്. ഇപ്പോൾ അതേ വീണ്ടും ഞാൻ പഴയ എൻ്റെ പണ്ടത്തെ ഒരു റുട്ടീനാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. രാത്രി ഓട്സ് വെറുതെ വെള്ളത്തിൽ കാച്ചി കഴിക്കുക. കാരണം ഞാൻ ഒരു 2-3 വർഷത്തോളം പൈൽസിൻ്റെ ആ ഒരു പെയിൻ ഒരുപാട് അനുഭവിച്ച ആളാണ്. അപ്പോൾ അത് മാറ്റാനായിട്ട് എനിക്ക് ചേച്ചി അവിടുന്ന് പച്ചമരുന്നുകളെല്ലാം കൊണ്ടുവന്ന് തന്ന് അത് ഒറ്റമൂലിയായിട്ട് കഴിക്കാൻ പറഞ്ഞ്, പിന്നെ വേറെ കുറച്ച് പച്ചമരുന്നുകൾ വേറെ ആളുകൾ പറഞ്ഞ് കൊണ്ടുവന്ന് തന്ന് അതൊക്കെ ഒറ്റമൂലിയായിട്ട് കഴിക്കാൻ പറഞ്ഞ് അങ്ങനെയൊക്കെ കഴിച്ചിട്ടും എനിക്കിതിന് യാതൊരു കുറവുണ്ടാകുന്നില്ല. അവസാനം ഞാൻ ഈ ഓട്സ് രാത്രി പാലിൽ കാച്ചില്ല, കാരണം പാല് കഴിച്ച് കഴിഞ്ഞാൽ വണ്ണം കൂടുമല്ലോ എന്ന് വെച്ചിട്ട് വെറുതെ വെള്ളത്തിൽ കാച്ചിയിട്ട് ഞാൻ കുറേയധികം നാളുകൾ അത് ഫോളോ ചെയ്ത് അങ്ങനെ തന്നെ കഴിച്ച്. അങ്ങനെയാണ് കൂടുതലും എൻ്റെ പൈൽസിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടിയത് കേട്ടോ. അങ്ങനെ ഞാൻ ആ ഒരു സമയത്ത് ഈ ഓട്സ് കഴിക്കുമ്പോൾ വല്ലാതെ ഇങ്ങനെ ക്ഷീണിച്ചിരുന്ന് വണ്ണമൊക്കെ വല്ലാതെ കുറഞ്ഞിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഞാൻ ചാനൽ തുടങ്ങുന്നത്. ചാനൽ തുടങ്ങിയതോട് കൂടിയിട്ട് എൻ്റെ ശ്രദ്ധയൊക്കെ മാറി ചാനലിൻ്റെ തിരക്കുകളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ പൈൽസും മാറി. ഇതെല്ലാം മാനസികമായിട്ടുള്ളൊരു പ്രശ്നങ്ങളും കൂടി ചേർന്നിട്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ ആ ഒരു പൈൽസിൻ്റെ ഇതൊക്കെ മാറി. പിന്നെ ഞാൻ ഓട്സ് കഴിക്കണതൊക്കെ നിർത്തി. അതുപോലെ എരിവെള്ള മുളക് പൊടി മാറ്റി. നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണ്, എരിവെള്ള മുളക് പൊടി ഇതിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ മാറ്റി. അങ്ങനെ പിന്നെ പൈൽസിൻ്റെ ബുദ്ധിമുട്ടുകളില്ല. എങ്കിലും നമ്മൾ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ അതിൽ എരിവെള്ള മുളക് പൊടി ഉണ്ടെങ്കിൽ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുമ്പോൾ തന്നെ ഞാൻ ഒന്നില്ലെങ്കിൽ ഓട്സ് കാച്ചി കഴിക്കും, അല്ലെങ്കിൽ കസ്കസ് രാത്രി വെള്ളത്തിലിട്ടിട്ട് അത് കുടിച്ചിട്ട് കിടക്കും. പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല, അങ്ങനെയുള്ള വേദനകളൊന്നും സഹിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇതെല്ലാം മാനസികമായിട്ടുള്ളൊരു പ്രശ്നത്തിന് കൂടിയാണ് ഈ അസുഖങ്ങൾ വരണതെന്ന് എനിക്ക് തോന്നിയ അത് ഈ ഒരു സമയത്തായിരുന്നു കേട്ടോ. ചാനൽ തുടങ്ങിയ സമയത്ത് ഇതൊക്കെ മാറി. എനിക്ക് മരുന്നൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഓട്സ് കഴിക്കാതെയൊക്കെ തന്നെ അതൊക്കെ മാറി. അപ്പോൾ ഇപ്പം ഞാൻ ഓട്സ് കഴിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വണ്ണം ഒന്ന് ലെവലായി നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. വണ്ണം ഒരുപാട് കുറയണത് ഇഷ്ടമല്ല, എങ്കിലും കൂടാതിരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ രാത്രി ഓട്സ് കഴിക്കുന്നത്. ഇതും എത്ര ദിവസം മുന്നോട്ട് പോകുമെന്ന് അറിയാൻ പറ്റില്ല, കാരണം പെയിനൊക്കെ വന്നു കഴിഞ്ഞാലല്ലേ നമ്മളത് മാറാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ട് കഴിക്കുള്ളൂ. ഇപ്പോൾ പെയിനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളത് ഒന്ന് ശരീരം ഒന്ന് ലെവലാകാൻ വേണ്ടി മാത്രം അങ്ങനെ കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഫോട്ടോകളൊക്കെ ഇത് പപ്പയുടെ അപ്പച്ചനാണ് കേട്ടോ. അത് നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഫോട്ടോ ഇടയ്ക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പപ്പയുടെ അമ്മയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. കാരണം ഇതൊക്കെ അമ്മയുണ്ട്, എൻ്റെ അമ്മയുണ്ട്, ബ്രദറുണ്ട്, ചേട്ടൻ ചേച്ചി, ഇവരെല്ലാവരും ഉണ്ട്. നമ്മുടെ വീട്ടിലും മെത്രാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത് ഇടവക സന്ദർശനം എന്ന് പറഞ്ഞിട്ട് വരണത് ഏതെങ്കിലും ഒരു വീട്ടിലായിരുന്നു. അപ്പോൾ നമ്മളുടെ വീട്ടിലാണ് ഇത്തിരി സ്ഥലം ഒക്കെ ഉള്ളതുകൊണ്ട് അന്ന് മെത്രാൻ വന്ന സമയത്തുള്ള ആ ഒരു ഫോട്ടോയൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആളുകളെ ഇരുത്താനുള്ള സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളുടെ വീട്ടിൽ വന്നെന്ന് മാത്രമേ. അപ്പോൾ ഇത് പപ്പയുടെ അമ്മയാണ്. ആ പപ്പയുടെ നമുക്കൊന്ന് ഫോട്ടോയിൽ വരണത് അങ്ങനെയൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇത് പണ്ടെടുത്ത് വെച്ചിരുന്നൊരു ഫോട്ടോ ആയതുകൊണ്ട് ഞാൻ കാണിച്ചാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ പറയും എൻ്റെ ഫോട്ടോ ഒന്നും എങ്ങും വിടല്ലേ, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളത് കാണിക്കാത്തത്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ ഏതോ വീഡിയോയുടെ ഇടയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല, കാരണം കമൻസിൽ ആരും ഒന്നും ചോദിച്ചിട്ടുണ്ടില്ല, അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. ഇതൊക്കെ പപ്പ ഷിപ്പിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള പപ്പയുടെ ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ ഷിപ്പിലായിരിക്കും പപ്പ താടിയൊക്കെ വളർത്തിയൊക്കെ നിൽക്കാറ്. വീട്ടിലേക്ക് വരാറാകുമ്പോഴേ താടിയൊക്കെ പഠിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നേരിട്ട് ഞാൻ പപ്പ താടി വെച്ച മുഖം ഒന്നും കണ്ടിട്ടില്ല കേട്ടോ, ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇത് ഡയോണെ റിച്ചാർഡും കൂടി ഇട്ട് നിൽക്കണം കേട്ടോ. പിന്നെ നമ്മുടെ എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് റിച്ചാർഡ് 9 മാസം പ്രായമാണ്. അപ്പോൾ ആ മണിക്കോലത്തിൽ നിന്നിട്ടുള്ള ഒരു ഫോട്ടോയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്ന ഇനി നമുക്ക് നാളെ വീട്ടിൽ കാണാം. താങ്ക്